എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. ഈ ഒരു വിശ്വാസം ഒരു ഉപ്പാക്കുണ്ട് എങ്കിൽ ഒരു പേടിയില്ല. ഒരൊറ്റ മനുഷ്യനും പേടിക്കേണ്ട ആവശ്യമല്ല. എന്തോ സംഭവിക്കട്ടെ, പക്ഷെ ഒരു കാര്യം, അല്ലാഹു നമുക്ക് വഴികൾ തുറന്നു തന്നിട്ട് അവൻ നമ്മെ പരീക്ഷിച്ചാലോ, അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് വല്ലാതെ തുറന്നു തന്നു. നമ്മുടെ ഉപ്പൊക്കെ പാടത്ത് കൊത്തിയിട്ടാണ് നമ്മെ വളർത്തിയത്. നമ്മുടെ പാപ്പയൊക്കെ തലയില് മീൻകൊട്ട തലയിൽ വെച്ച് ഫറൂഖിൽ പോയി അവിടെ ഉച്ചവരെ മീൻ വെച്ച് എന്നിട്ടാണ് നമ്മൊക്കെ പോറ്റി വളർത്തിയത്. നമ്മുടെ വാപ്പയൊക്കെ അവിടുന്ന് വിറകേറ്റിക്കൊണ്ട് അങ്ങാടികൾ പോയി ഹോട്ടലുകളിൽ കൊടുത്തുകൊണ്ട് അതാ ഭക്ഷണവുമായി വന്ന് നമ്മെ പോറ്റി വളർത്തുന്നു. ചോറ് കടിക്കാൻ വകയില്ലാത്ത ഉപ്പ കഞ്ഞു കുടിച്ചിട്ട മക്കളെ, എന്റെ മക്കള് പട്ടിണി കിടക്കരുത് എന്ന് പറഞ്ഞ് വളർത്തിയ ആ ഉപ്പ, അവരൊക്കെ നമ്മ വളർത്തി. നമ്മളൊക്കെ ഇന്നിവിടെ ജീവിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം പടച്ചവരെ അള്ളാഹുവിനെ മറക്കുന്ന ഒരു മുസ്ലിം, പ്രത്യേകിച്ച് മക്ക കണ്ട ഒരാള്, മദീന കണ്ട ഒരാള് റസൂലുള്ളാഹിനൊക്കെ മറന്നുപോയാൽ ആ മനുഷ്യന്റെയൊക്കെ വരാനിരിക്കുന്ന ശിക്ഷ. മദീനയിൽ കാലുകുത്തിയ ഒരു മനുഷ്യൻ, കഅബത്തിന്റെ കില്ലപിടിക്കൽ ഭാഗ്യം കൊടുത്തൊരു മനുഷ്യൻ, ആ മനുഷ്യനൊക്കെ റസൂലുള്ളാഹിനെ മറന്നാൽ ആ ഹാജിക്കൊക്കെ വരാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ മനസാക്ഷിയോട് ഇങ്ങനെ പറയാ, പടച്ചവരെ എന്നെ അള്ളാഹു വെറുതെ വിടൂ, എന്നെ എന്റെ റബ്ബ് വെറുതെ വിടൂ. എത്ര വലിയ സന്തോഷവും എത്ര വലിയ തൗഫീഖാണ് എന്റെ റബ്ബൊക്കെ എനിക്ക് നൽകിയത്. എന്റെ വാപ്പയൊക്കെ എത്രയോ ദുആ ചെയ്തു, കഅബയൊന്ന് കാണാൻ എന്റെ ഉപ്പാക്ക് കഴിഞ്ഞില്ല. ഞാനത് കണ്ടു, എനിക്ക് കാണാൻ ഭാഗ്യം ലഭിച്ചു. ഇരിക്കട്ടെ, ഇങ്ങനെ തൗഫീഖ് കിട്ടിയിട്ട് പിന്നെ ദീനുമായി മറന്നവനെ എന്റെ അനുജന്മാരെ വല്ലാത്ത പിടുത്തം. അല്ലാഹു തആല അവരെ വിടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വല്ലാതെ നീട്ടി പറയുന്നില്ല. ഞാനിവിടെ എവിടെ ചെന്നാലും ശരി, എവിടെ വാഴുന്നു പോയാലും ദ്വാരക്കാൻ പറയുന്നത്, ഗൾഫൊക്കെ എന്റെ മക്കള് ഗൾഫിലെ ഒന്ന് ദ്വാരക്കണം, ആകെ പ്രശ്നത്തിലാണ്, ജോലി പോകരുത്, കേട്ട് മടുത്തോണ്ട് പറഞ്ഞതാണ്. എവിടെ ചെന്നാലും ഹാജിമാരുടെ ഉമ്മമാരുടെയൊക്കെ ഒരു കത്ത് സദസ്സിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട SSFന്റെ കുട്ടികളൊക്കെ സംഘടിപ്പിച്ച വേദിയിൽ വെച്ച് കത്തങ്ങ് വായിക്കുമ്പോ ഉള്ളതൊക്കെ എന്തറിയോ, ഒരു മോൻ ഗൾഫിലാണ്, ഒരു മകൻ ബഹ്റൈനിലാണ്, കുവൈറ്റിലാണ്, ആകെ പ്രശ്നത്തിലാണ്. ഒരു വിഷമപ്പള്ള കൊടുത്തിട്ടില്ല. വരുമോന്ന് പേടിച്ചിട്ട് എത്ര ആളുകളെ കരയുന്നൊരു പ്രശ്നരെ. റഹ്മുറാഹിമേ, ഈ പാവപ്പെട്ട എന്നെ ഭൂമി അങ്ങ് സ്വീകരിക്കാതെ വന്നാൽ എന്റെ ഈമാനുള്ള ദീനന്റെ ചുണക്കുട്ടികളെ, അല്ലാഹു ചില ആളുകളെ പള്ളിക്കാട്ടിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ പടച്ചറപ്പതാ അവിടുന്ന് വെക്കാനുള്ള സമയം കൊടുക്കുന്നു. ചില ആളുകൾ പള്ളിക്കാട്ടിലേക്ക് മാറല്ല. നിങ്ങൾക്കറിയോ, വലിയ വലിയ മൂർഖൻ പാമ്പുകളും മലമ്പാമ്പുകളും എത്രയെത്ര ഏതെല്ലാം തരത്തിലുള്ള പാമ്പുകളാണ് നമ്മുടെ മണ്ണറയിൽ കിടക്കുന്നത്. അവിടെ വീടുകൾ മണ്ണറയിലല്ലേ, വലിയ വലിയ പൊത്തുകൾ അവിടെയല്ലേ. എത്ര വലിയ പാമ്പുകളാണ് അല്ലാഹുവിന്റെ സൃഷ്ടികളായ വലിയ പാമ്പുകൾ അവിടെ പാർപ്പിടം നമ്മുടെ ഖബറിനോട് ചേർന്ന് കിടക്കുന്ന മാളത്തിലല്ലേ. ചില ആളുകളെ, ചില മുസ്ലിമീങ്ങളെ അല്ലാഹു ആ പാവപ്പെട്ട മനുഷ്യൻ, ചില സാധുവായ മനുഷ്യരെ അവന്റെ റൂഹ് പിടിച്ച് നാട്ടുകാരെ പള്ളിക്കാട്ടിന് വീട്ടിൽ കൊണ്ടുപോയി വെക്കുമ്പോ ആ വീട് ചില ആളുകളെ സ്വീകരിക്കുന്നില്ല. ഒരു ഖബർ കുടിച്ചു, ആ ഖബർ ഇടുങ്ങിക്കളയുകയാണ്. രണ്ടാമത്തെ ഖബർ കുടിച്ചു, ആ ഖബറും സ്വീകരിക്കുന്നില്ല. മൂന്നാമത്തെ ഖബർ കുടിച്ചിട്ട് ഈ ഖബറിൽ പറ്റുന്ന രൂപത്തിൽ അങ്ങ് വെച്ച് മുകളിലങ്ങ് മണ്ണ് വാരി വലിച്ചെറിയാം. നിന്ദാഹലത്തിനാക്കും നാട്ടുകാരതാ മണ്ണ് വാരി വലിച്ചെറിയുന്നു. ഓ ഉപ്പാ, ചില വാപ്പമാരുടെ ശരീരത്തെ ഭൂമി സ്വീകരിക്കുന്നില്ല.
ചില ആളുകളെ ഭൂമിക്ക് വേണ്ട, ചില പ്രായം ചെന്ന ഉപ്പമാരെ ഭൂമിക്ക് ആവശ്യമില്ല, ഭൂമി പോലും സ്വീകരിക്കുന്നില്ല. ചില ആളുകളോ ആ ഭൂമിയിലങ്ങ് കൊണ്ടുപോയി വെക്കുമ്പോ തിരിയാൻ മറിയാൻ കഴിയാത്ത ആ ചെറിയ വീട്ടിലങ്ങ് വെക്കുമ്പോൾ വലിയ വലിയ പാമ്പുകൾ വന്നുകൊണ്ട് നാട്ടുകാരൊക്കെ മറവ് ചെയ്ത് തിരിച്ചു വരുന്നതിന് മുമ്പ് അവന്റെ കവിളത്ത് കൊത്തുന്നു, അവന്റെ മുഖത്ത് കൊത്തുന്നു, അവന്റെ മുഖത്തേക്ക് വലിയ മൂർഖ വിഷമുള്ള പാമ്പുകൾ അവിടുന്ന് വിടർത്തി നിൽക്കുന്നു. എന്തനുജാ, റസൂലുള്ളാഹിനെ മറന്നോ മോരെ? ദീനിനെ മറന്നുപോയോ? അല്ലാഹു പാമ്പുകൾ അടിച്ചുവിടുന്നുവല്ലോ. ചില ആളുകളോ ആ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ കാലുതൊട്ട് തലവരെ പുടുക്കലരിക്കപ്പെടുന്ന മഹാദല്ലാഹ് കഫം പുടയാതെ പുടുക്കലരിച്ചിരിക്കുകയാണ്. അവന്റെ തുടികളാതെ 3 തുടി കൊണ്ട് പൊതിഞ്ഞുവെങ്കിൽ അതാ പുടുക്കൽ നിറഞ്ഞിരിക്കുന്നു. ഖബറാകെ പുടുക്കളെ കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നു. പാമ്പുകളാണ്, തേളുകളാണ് കുത്തിവലിക്കുന്നത്. എന്തനുജാ, ഒരു ധീരനും അവിടെ എഴുന്നേറ്റുകൊണ്ട് മല്ലിടാൻ കഴിയില്ലല്ലോ, ഒരു ധിക്കാരിയും അവിടെ മിണ്ടുകയില്ലല്ലോ. അത് വല്ലാത്തൊരു സ്ഥലമല്ലേ. ആ മണ്ണറയിൽ ചില ആളുകളെ കൊണ്ടുപോയി വെക്കുമ്പോ ഞാൻ എന്റെ ഉമ്മമാരോട്, വയലു കേൾക്കുന്ന പിതാക്കളോട് പറഞ്ഞു വരുന്നത്, എത്ര ആളുകൾക്ക് ആ സമയമായിരിക്കുന്നത്, എത്ര ആളുകളാണ് പള്ളിക്കാട്ടിലെ വീട് കാത്തിരിക്കുന്നത്. ഈ പ്രസംഗിക്കുന്നതിന് യജമാനനായ റബ്ബ് എവിടെയോ ഒരു മൂല തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ മദീനത്തിഹി ഖറാറാ വറുസുഖൻ സുമ്മ ദഫ്നൻ ബിൽ ബഖീഇ. നബിയേ, പാവപ്പെട്ടവന് ബഖീഇൽ ഒരു ഇരിപ്പിടം നൽകണം നബിയേ. യാ റസൂലല്ലാഹ്, നബി തങ്ങളോട് മാടി വിളിച്ചുകൊണ്ട് ചോദിച്ചു, ജന്നത്തുൽ ബഖീഇൽ കിടക്കുന്നു എന്റെ ഉമ്മമാരെ, എത്ര നല്ല മഹദിമാരാണ് അവിടെ കിടക്കുന്നത്, എത്ര വലിയ വലിയ മഹദിമാരാണ് അവിടെ കിടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ എന്റെ അനുജാ, പാവപ്പെട്ട നമ്മുടെ ഖബറ് അല്ലാഹു ഏത് മൂലയിൽ വെച്ചിരിക്കുന്നു? എവിടെയാണ് വെച്ചിരിക്കുന്നത്? ആ വീടിന്റെ അവസ്ഥ ലാദാറലുൽ മർഇ ബഅദൽ മൗതി യുസ്ലിഹുഹാ ഇല്ലല്ലതീ കാന ഖബ്ലൽ മൗതി ബാനിഹാ ഫഇൻ ബനാഹാ ബിഖൈരിൻ ഖാബ മസ്തറുഹു വഇൻ ബനാഹാ ബിശർരിൻ ഖാബ ബാനിഹാ ലാദാറലുൽ മർഇ ബഅദൽ മൗതി യസ്കുറുഹാ. ഓ എന്റെ അനുജന്മാരെ, കണ്ണടയുന്ന റോഡരികിൽ വെച്ച് എത്ര ആളുകൾ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്, എത്ര ആളുകളെ കുറിച്ച് ആ പത്രത്തിൽ വായിക്കുന്നത്. ആ സമയം ഏതോ ഒരു പള്ളിക്കാട്ടിൽ പ്രസംഗിക്കുന്നവൻ അല്ലാഹു ഒരിടം വെച്ചിട്ടുണ്ട്. ഏതോ പള്ളിക്കാടിന്റെ മൂലയിൽ ഈ ഇരിക്കുന്ന നമുക്കും ഒരു ഇടം വെച്ചിട്ടുണ്ട്. എവിടെയാണ് പിടുത്തമില്ല. നമ്മൾ കരുവന്തിരിത്തിയിലാണ്, താജുൽ ഉലമയുടെ നാട്ടിലാണ്. അല്ലാഹുവിന്റെ മഹത്വം കൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുനാഥ് അല്ലാഹു ആഫിയത്തോടെ ആയുസ് നീട്ടിക്കൊടുക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ ഇവിടുത്തെ ചാരത്താണ് നാമൊക്കെ താമസിക്കുന്നത്. പക്ഷേ ഞാനിവിടെ പറയുന്നത്, എവിടെയായിരിക്കും നമ്മുടെ അന്ത്യം, എവിടെയായിരിക്കും നമ്മുടെ കിടത്തം? ആ കിടക്കുന്ന സ്ഥലത്തുള്ള വീട്ടിലുള്ള പ്രകാശത്തിന്റെ അവസ്ഥ എന്ത്? ജീവിതത്തിൽ ആ കണ്ണടയുന്നതിന് മുമ്പ്, കഫംപുടയിൽ കൊടുക്കലരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു വസ്തു നേടിയെടുത്ത് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ആ പള്ളിക്കാട് പ്രകാശിക്കും. ആളുകളുടെ പള്ളിക്കാട്ടിലെ വീട് ഖറാബായിരിക്കും, വല്ലാത്ത നഷ്ടമായിരിക്കും.
ഇരിക്കട്ടെ, ഞാനിവിടെ പറയുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്, ആ പള്ളിക്കാട്ടിൽ കിടക്കാത്ത ആരുമുണ്ടാവില്ല, പള്ളിക്കാട്ടിൽ കിടക്കാത്തൊരു ഉമ്മയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട മുഖം കാണാൻ ഭാഗ്യം ലഭിച്ചതായ മഹത്തുക്കളായ സഹാബികൾ, അവരുടെ കാലത്ത് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചതായ ഇമാമുൽ അഅലം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്ന ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാമിന്റെ ചുണക്കുട്ടികളായ ദീനിന്റെ കാവലാളികളാവേണ്ടുന്ന പ്രിയപ്പെട്ട ദീനിന്റെ മക്കളെ, ചെറുപ്പക്കാരെ, നിങ്ങളാണ് ഇസ്ലാമിന്റെ മക്കൾ, നിങ്ങളാണ് ദീനിന്റെ ഭംഗി, നിങ്ങളാണ് ഇസ്ലാമിന്റെ വിജയത്തിന്റെ കവാടം എങ്കിൽ ആ ദീനിന്റെ ചുണക്കുട്ടികളായ ചെറുപ്പക്കാരെ കുറിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ചെന്ന് പലപ്പോഴും മദീനയിൽ ഒരു പ്രാവശ്യം പോലും മദീനയിൽ മൂത്രമടിക്കാതെ പേടിച്ചുകൊണ്ട് പുറത്തുപോയ ഇമാമുൽ അഅലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫത്തുൽ കൂഫി, എന്റെ പ്രായമുള്ള ഉസ്താദ്, മദീനയിൽ പോരുമ്പോ പോകാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ്. പക്ഷേ ആ ഇമാമുൽ അഅലം തങ്ങൾക്ക് അവിടുന്ന് ഒരിക്കൽ പോലും മദീനയിൽ മൂത്രമടിച്ചിട്ടില്ല, മദീനയിൽ കാട്ടിക്കുകയില്ല. തക്രീമത്തുൽ തുർബത്തി മദീനത്തി ഹബീബില്ല, അല്ലാഹുവിന്റെ ഹബീബിന്റെ നാടിനോട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ നാട്ടിലുള്ള മണ്ണിനോട് ആദരവ് കാണിക്കുന്നു. ഞാനിവിടെ മൂത്രമടിക്കൂല. മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യഗണങ്ങൾ അവിടുന്ന് പിടിച്ചു നിർത്തുന്ന ആ പണ്ഡിതനെ ഒരാഴ്ചയോളം കൂടെ താമസിക്കുന്ന, ക്ലാസ് എടുക്കുന്ന അവിടുന്ന് പറയുന്നു, എന്റെ മക്കളെ, ഇനി ഞാനിവിടെ താമസിക്കില്ല, ഞാനിവിടെ ഇതുവരെ മൂത്രമടിച്ചിട്ടില്ല, റസൂലുള്ള കിടക്കുന്ന മണ്ണിൽ ഞാനെങ്ങനെയാ മൂത്രമടിക്കുക? ഇല്ല മക്കളെ. മുതഅല്ലിമീങ്ങളെ മാടി വിളിച്ചുകൊണ്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നുവെങ്കിൽ 40 കൊല്ലം ദർസ് നടത്തിയ മാലിക് റളിയല്ലാഹു അൻഹു അവിടെ ചെരുപ്പ് ധരിച്ച് നടന്ന, വാഹനപ്പുറത്ത് സഞ്ചരിച്ച, അവിടുന്ന് മദീനയിൽ ഒരിക്കൽ പോലും വാഹനത്തിൽ സഞ്ചരിച്ചില്ല, ഒരിക്കൽ പോലും ചെരുപ്പ് ധരിച്ച് നടന്നില്ല. ഉറക്കു വന്നപ്പോ മദീനയുടെ പുറത്തുപോയി കിടക്കുന്നു. അവിടുന്ന് ശിഷ്യഗണങ്ങൾ ചെന്നുകൊണ്ട് 10 ലക്ഷത്തിലപ്പുറം